മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് മലയാളത്തിന് A+ ലഭിക്കാൻ, അല്ലെ, ഫുൾ മാർക്ക് ലഭിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ എത്രയാണോ അത്രയും പാഠഭാഗങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അത് ആരെഴുതി, എന്താണ്, ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു, എന്താണ് അതിൽ ചർച്ച ചെയ്യുന്ന പ്രമേയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അതിനെന്ത് വേണം? പാഠപുസ്തകം, എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം, വായിച്ചിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മളുടെ ചോദ്യരൂപങ്ങളാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ടാവും, അല്ലെ? അതായത് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, 3 മാർക്കിന്റെ ചോദ്യം, 1 മാർക്കിന്റെ ചോദ്യം, 5 മാർക്കിന്റെ ചോദ്യം, 7 മാർക്കിന്റെ ചോദ്യം. ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവുക, അല്ലെ? അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെയും എന്ത് ചെയ്യണം? നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടുന്ന ചോദ്യം അറിയാന്നുള്ളതല്ല, ഇത് ഓരോന്നും ഓരോ രീതിയിലാണ് നമ്മളോട് ചോദിക്കുക. ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കുന്നത് എന്തായിരിക്കും? ഒരു വിശകലനമായിരിക്കാം, കാവ്യ വിശകലനമായിരിക്കാം, കാവ്യ പ്രത്യേകതയായിരിക്കാം. 2 മാർക്കിന് ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ്? അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കാനായിരിക്കാം ചോദിക്കുന്നത്, അല്ലെ? ചിലപ്പോൾ 1 മാർക്കിന് അർത്ഥമായിരിക്കാം ചോദിക്കുന്നത്. അതേപോലെ ഇപ്പോൾ 7 മാർക്കാണെങ്കിൽ കുറേ ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്, അല്ലെ? ഏതൊക്കെ ചോദ്യങ്ങൾ നമ്മൾ കാണും? ആസ്വാദനക്കുറിപ്പ്, പ്രസംഗം, പ്രഭാഷണം, മുഖപ്രസംഗം, ഉപന്യാസം, കഥാപാത്ര നിരൂപണം. ഇതൊക്കെ 7 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ, അല്ലെ, നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് 40 മാർക്കും കിട്ടുക എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ പഠിക്കുക വെച്ചാൽ ഇത് തന്നെ ബുദ്ധിമുട്ടല്ലേ? എന്ത് ബുദ്ധിമുട്ടാണ്? ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അല്ലെ? ഇതിന് ഓരോന്നിനും ഓരോ ഘടനയുണ്ട്. ഇപ്പോൾ ഉപന്യാസം എഴുതുന്നത് പോലെയല്ല നമ്മൾ മുഖപ്രസംഗം എഴുതുക, അതുപോലെയല്ല നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുക, അതേപോലെയല്ല നമ്മൾ എന്ത് എഴുതേണ്ടത്? പ്രഭാഷണം എഴുതേണ്ടത്. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ ഘടനയുണ്ട്. അപ്പോൾ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? നമുക്ക് ഇതിന് ചോദിക്കുന്ന 7 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും, നമ്മുടെ പേപ്പറിലിരിക്കും, അല്ലെ? അപ്പോൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം? നമുക്കതൊക്കെ ഒന്ന് പഠിച്ചെടുക്കാം. അപ്പൊ എന്തൊക്കെയാണ്, അല്ലെ, ഈ ചോദ്യരൂപങ്ങളുടെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കി മാറ്റി എഴുതുക എന്നുള്ളത്, അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന വാക്യത്തിന്റെ അർത്ഥം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം വായിച്ച് മനസ്സിലാക്കണം, അല്ലെ? എന്നിട്ട് ആ പദം 2 വാക്യമാക്കാനാണ്. അപ്പൊ ആ വാക്യത്തെ എന്ത് ചെയ്യണം? നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം, അല്ലെ? അപ്പൊ അതെവിടെ വെച്ചിട്ടാണ് മുറിക്കേണ്ടത് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഓർപ്പിക്കണം. അപ്പൊ ഒരു ഫുൾ സ്റ്റോപ്പ്, ഒരു വാക്യം നിർത്തിയെടുത്തുന്നായിരിക്കല്ലോ അടുത്ത വാക്യം തുടങ്ങണ്ട, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? അതെവിടെ വെച്ചാണ് നമ്മൾ ആദ്യം തീരുമാനിക്കണം. പിന്നെ ആ വാക്യത്തെ എന്ത് ചെയ്യാം? നമ്മള് പൂർണ്ണ വാക്യമാക്കി, അല്ലെ, പൂർണ്ണ അർത്ഥം വരുന്ന വാക്യമാക്കി മാറുമ്പോഴാണ് എന്ത് ചെയ്യാ, അല്ലെ, അത് ഒരു വാക്യം, അല്ലെ, പൂർണ്ണ അർത്ഥം വരുന്ന വാക്യമായി അവയെ മാറ്റുമ്പോഴാണ് അതൊരു വാക്യമാവുന്നത്, അല്ലെ? അപ്പൊ പൂർണ്ണ വാക്യമാവും എപ്പോഴാണ്? അർത്ഥം, പൂർണ്ണ അർത്ഥം തരുന്ന വാക്കുകൾ എഴുതുമ്പോഴാണ്. ഇപ്പോൾ തിന്നു, കുടിച്ചു, ഉറങ്ങി, നടന്നു, പോയി, ഇതൊക്കെ എന്താണ്? പൂർണ്ണ അർത്ഥം തരുന്ന വാക്കുകളാണ്. അപ്പൊ അത് മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ. പൂർണ്ണ അർത്ഥം തരുന്ന വാക്കുകളാണോ നമ്മൾ എഴുതുന്നത്, അവസാനിപ്പിക്കുന്നത്, അല്ലെ? ഫുൾ സ്റ്റോപ്പോടുകൂടെ നിർത്തൽ വരുന്നത് എവിടെയാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, അടുത്തത് പ്രയോഗ ഭംഗിയാണ്. കവിതാ ഭാഗങ്ങളിൽ നിന്നാണ് പൊതുവെ എന്ത് ചെയ്യുക? നമുക്ക് പ്രയോഗ ഭംഗി ചോദിക്കുക. ഏതെങ്കിലും 4 വരിയൊക്കെ തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഒപ്പം ഇടിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട, അല്ലെ, നമുക്ക് കാവ്യപരമായ സവിശേഷതയും പ്രയോഗ ഭംഗിയും കാവ്യഭംഗിയും ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പാഠമായിട്ട് നമുക്ക് കണക്കാക്കാം. അതാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കവിത പഠിക്കാനുള്ളത്, അല്ലെ? അപ്പൊ അതേപോലെ കാവ്യപരമായ സവിശേഷത ചോദിക്കുന്ന സമയത്ത് ആദ്യാക്ഷര പ്രാസമുണ്ടോ? ആദ്യത്തെ അക്ഷരങ്ങൾ തമ്മിൽ എന്താണ്? ആവർത്തനമുണ്ടോ? അല്ലെ, വാങ്മയ ചിത്രം, അല്ലെ, വാക്കുകൾ കൊണ്ട് കവി നിർമ്മിക്കുന്ന ചിത്രത്തെയാണ് നമ്മൾ വാങ്മയ ചിത്രം എന്ന് പറയാം. അപ്പൊ അങ്ങനെ കവി എഴുതിയിരിക്കുന്ന വരികൾ കാണുന്ന സമയത്ത് നമുക്ക് ചിത്രം വരച്ചതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെ, പിന്നെ ദ്വിതീയാക്ഷരപ്രാസം, അല്ലെ, 2ാമത്തെ അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ? ഒരേപോലെയാണോ വരുന്നത്? അന്ത്യാക്ഷരപ്രാസം ഉണ്ടോ? അപ്പൊ ഇങ്ങനെ വരികൾ തമ്മിൽ എന്തൊക്കെയാണ് ബന്ധമുള്ളത്? അതേപോലെ ശബ്ദഭംഗി, അക്ഷരങ്ങൾ ആവർത്തിക്കുന്നുണ്ടോ? ഇതൊക്കെ എന്ത് ചെയ്യണം? കാവ്യപരമായ സവിശേഷത അല്ലെങ്കിൽ കാവ്യഭംഗി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം. അടുത്തത് ഉപന്യാസം എങ്ങനെ എഴുതാന്നുള്ളതാണ്. ഉപന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 7 മാർക്കിനാണ് എന്ത് ചെയ്യുക? നമ്മളോട് ഉപന്യാസം ചോദിക്കുക, അല്ലെ? അപ്പൊ ഉപന്യാസം ചോദിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വിഷയം, അല്ലെ, ആ വിഷയത്തെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ വിശദീകരിച്ച് എഴുതേണ്ടത്. അപ്പൊ 3 ഭാഗമാണ് നമ്മുടെ ഈ ഉപന്യാസത്തിന്റെ ഘടനയ്ക്കുള്ളത്. ആദ്യം ആമുഖമാണ്, രണ്ടാമത് എന്താണ്? വിശകലനം, അല്ലെ? അതേപോലെ എന്താണ്? 3ാമത്തേതാണ് നമ്മുടെ ഉപസംഹാരം അല്ലെങ്കിൽ നിഗമനം എന്ന് പറയുന്നത്, കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഭാഗങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ആമുഖത്തിൽ നമ്മൾ എഴുതേണ്ട എന്താണ്? എന്താണോ നമ്മുടെ ഉപന്യാസത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക്, അല്ലെ? നമുക്കൊരു വിഷയം തരുമല്ലോ. അപ്പൊ നമ്മുടെ ചിലപ്പോൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതായിരിക്കാം ഉപന്യാസം തരുന്നത്, അല്ലെ? അല്ലെങ്കിൽ കുട്ടികൾ ഈ പറയുന്ന ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന പുതിയ തലമുറയെ കുറിച്ചായിരിക്കാം ചോദിക്കുന്നത്. അങ്ങനെ പല വിഷയങ്ങളും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് പാഠഭാഗവുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്.
പരിസ്ഥിതിയാണെങ്കിൽ. അപ്പൊ ഈ ആമുഖത്തിൽ എന്ത് ചെയ്യണം, നമുക്ക് ആ വിഷയം തരുമല്ലോ. അപ്പൊ ആ വിഷയത്തിന്റെ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു ടോപ്പിക് എന്ത് ചെയ്യുക, ആ വിഷയവുമായി ബന്ധപ്പെടുന്ന ഒരു തലക്കെട്ട് വേണമെങ്കിൽ കൊടുക്കുക. ഇനി ടോപ്പിക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അതേ ടോപ്പിക്ക് തന്നെ കൊടുക്കുക അല്ലെ. അപ്പോൾ ഈ ആമുഖത്തിൽ എന്ത് ചെയ്യണം, നമ്മുടെ ഈ വിഷയത്തെ പരിചയപ്പെടുത്തണം. ഇതിന് പാഠഭാഗവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ആ പാഠഭാഗത്തെ കൂടെ എന്ത് ചെയ്യണം, ആമുഖത്തിൽ നമ്മൾ എഴുതണം അല്ലെ. അപ്പൊ പാരഗ്രാഫുകൾ തിരിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത് ഓരോന്നും. രണ്ടാമത്തെ എന്താണ്, നമ്മുടെ ഈ വിഷയത്തെ പല ഉപവിഷയങ്ങളായിട്ട് അല്ലെ, പാരഗ്രാഫ് തിരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ പല പല വിഷയങ്ങളാക്കി നമ്മൾ എന്ത് ചെയ്യുക, പോയിന്റുകൾ എഴുതുമല്ലോ. അപ്പോൾ 2-3 പാരഗ്രാഫ് നമുക്ക് എഴുതാം. ലാസ്റ്റത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത് നമ്മുടെ കൺക്ലൂഷൻ ആണ്. നമ്മൾക്ക് ആ വിഷയത്തെക്കുറിച്ച്, ഇപ്പോൾ പരിസ്ഥിതിയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലഹരിയാണെങ്കിൽ അല്ലെ, നമുക്ക് ആ വിഷയത്തെക്കുറിച്ചുള്ള നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ് എന്ത് ചെയ്യേണ്ടത്, ലാസ്റ്റ് പാരഗ്രാഫിൽ സ്വാഭിപ്രായം എന്ന് പറയും അല്ലെ, നമ്മളുടെ അഭിപ്രായമാണ് നമ്മൾ എഴുതേണ്ടത്. അത്രയും എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമുക്ക് 7 മാർക്ക് കിട്ടി. പിന്നെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഘടന പാലിക്കണം അല്ലെ. എന്താണോ ഉപന്യാസത്തിന്റെ ഘടന, 3 ഘടനയുണ്ട്, ആ 3 ഘടന പാലിക്കുക. 3 ഭാഗമുണ്ട്, ആ 3 ഭാഗമാണ് അതിന്റെ ഘടന എന്ന് പറയുന്നത്. ഖണ്ഡികാകരണം പാരഗ്രാഫാണ്. ഇതിപ്പോ ഇങ്ങനെ ഒരു പേജ് ആണെങ്കിൽ അല്ലെ, ഇങ്ങനെ ടോപ്പിക് എഴുതുന്നു, നമ്മളിങ്ങനെ അല്ലെ, ആദ്യത്തെ ആമുഖം എഴുതുന്നു, പിന്നെ എന്താണ് അടുത്ത പോയിന്റ് എഴുതുന്നു, അതിനുശേഷം അടുത്ത പാരഗ്രാഫിൽ അടുത്ത പോയിന്റ് എഴുതുന്നു, ലാസ്റ്റ് പാരഗ്രാഫ് എന്താണ്, നിഗമനമാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഒരു പുറത്തിലാണ് നമ്മൾ എഴുതേണ്ടത്. 7 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ മാക്സിമം 15 മിനിറ്റ് സമയം എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ഉപന്യാസം എഴുതാൻ നമ്മൾ മാറ്റിവെക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ എന്തൊക്കെ പാലിക്കണം, ഘടന പാലിക്കണം, ഖണ്ഡികാകരണം, അതായത് ഇതുപോലെ പാരഗ്രാഫ് തിരിച്ചെഴുതണം, ശക്തവും ലളിതവുമായിട്ടുള്ള ഭാഷയിലാണ് എഴുതേണ്ടത്. അല്ല നമുക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, എഴുതരുത്. വിഷയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പല വഴിക്ക് എന്ത് ചെയ്യുന്നു, ചർച്ച ചെയ്ത് പല വിഷയങ്ങളിലേക്ക് നമ്മൾ പോകാറുണ്ട്. അങ്ങനെയൊന്നും പോകരുത്. വിഷയാധിഷ്ഠിതമായിരിക്കണം. എന്താണോ നമ്മൾ പറയുന്നത് ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പറയേണ്ടത്. ഉദാഹരണ സഹിതം വിഷയത്തെ വിശകലനം ചെയ്യണം. വിഷയ കേന്ദ്രീകൃതമായിരിക്കണം. സ്വന്തം അഭിപ്രായം അത് നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫിൽ ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് ഏതായിരിക്കും, കഥാപാത്ര നിരൂപണമാണ് അല്ലെ. കഥാപാത്ര നിരൂപണം എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പൊ നമുക്ക് സ്നേഹപൂർണ്ണ അമ്മ എന്ന് പറയുന്ന ആ കഥാഭാഗത്തിലുള്ള അമ്മയാവാം, അല്ലെങ്കിൽ ആരാണ് അതിലുള്ള കുട്ടിയാവാം അല്ലെ. അങ്ങനെ പല കഥാപാത്രങ്ങൾ നമ്മളോട് ചോദിക്കാം അല്ലെ. ആദ്യത്തെ യൂണിറ്റ് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളതാണ്. രണ്ടാമത്തെ യൂണിറ്റ് മാത്രം പഠിച്ചാൽ പോരാ, ആദ്യത്തെ യൂണിറ്റിൽ നിന്നും എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ കഥാപാത്ര നിരൂപണം എന്ന് പറയുമ്പോൾ കഥാപാത്രത്തിന്റെ പേര്, സ്വഭാവം, കഥയിലുള്ള സ്ഥാനം അല്ലെ, അതിന് മൂല്യം, നന്മ അല്ലെ, പ്രധാനപ്പെട്ട സംഭാഷണ ശകലങ്ങൾ ഉണ്ടെങ്കിൽ അത് എഴുതാം. നമുക്ക് ആ കഥാപാത്രത്തിനോടുള്ള അഭിപ്രായം അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കഥാപാത്ര നിരൂപണത്തിൽ എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്ത എന്താണ്, പ്രഭാഷണമാണ് അല്ലെ. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് ആളുകളോട് സംസാരിക്കുകയാണ് അല്ലെ. അപ്പോൾ ഒരു ആഹ്വാനത്തിന്റെ അപ്പോൾ ലളിതമായിട്ടുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മുമ്പിലിരിക്കുന്ന ആളുകളെ ആദ്യം എന്ത് ചെയ്യണം, അഭിസംബോധന ചെയ്യണം. അതിനിപ്പോൾ നമുക്ക് എന്താണ്, മാന്യരെന്നോ പ്രിയപ്പെട്ടവരെന്നോ ബഹുമാനപ്പെട്ടവരെന്നോ ഒക്കെയുള്ള ഒരു അഭിസംബോധന പദം നമുക്ക് കൊടുക്കാം. അത് പ്രസംഗത്തിലും അങ്ങനെ തന്നെയാണ്, ഒരു അഭിസംബോധന പദം നമ്മൾ വരണം. അല്ലെങ്കിൽ നമുക്ക് ഇത് എങ്ങനെയാണ് മനസ്സിലാവുക, ഇത് പ്രഭാഷണമാണോ അല്ലെങ്കിൽ ഇത് കത്താണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അതിന്റെ ഘടനയിലൂടെ തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ നല്ല ഭാഷയിലാണ് എഴുതേണ്ടത്. നമ്മളുടെ വിഷയം എന്താണോ ആ വിഷയത്തിൽ ഊന്നി അല്ലെ. പ്രഭാഷണം ചോദിക്കുന്ന സമയത്ത് എപ്പോഴും എന്താണ്, വിഷയത്തെ അധിഷ്ഠിതമായിട്ടാണ് എഴുതേണ്ടത്. ഇപ്പൊ നമ്മൾ ചക്കേനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാങ്ങേനെ കുറിച്ച് എഴുതാൻ പോകരുത്. എന്താണോ ചക്കയുടെ പ്രത്യേകതകൾ മാത്രം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ മലയാളം ആയതുകൊണ്ട് നമ്മൾ പല വഴിയിലേക്ക് നമ്മൾ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ എടുത്തു പറഞ്ഞത്. അപ്പോൾ എന്താണോ വിഷയം അതിനെക്കുറിച്ച് മാത്രം നമ്മൾ എഴുതുക എന്നുള്ളതാണ്. പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വിഷയാധിഷ്ഠിതമായിരിക്കണം എന്നില്ല, പല വഴിയിലേക്ക് പ്രസംഗങ്ങളും പോകും. പക്ഷെ പ്രഭാഷണം ചോദിച്ചു കഴിഞ്ഞാൽ വിഷയ അധിഷ്ഠിതമായിട്ടല്ലേ, വിഷയത്തെ മാത്രം ചുറ്റിയുള്ള കാര്യങ്ങളായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുള്ളത് ആസ്വാദനക്കുറിപ്പാണ്. ആസ്വാദനക്കുറിപ്പ് ചോദിക്കുക ചിലപ്പോൾ മിക്കവാറും കവിതകൾക്കാണ് ചോദിക്കുക, കഥകളും അല്ലെ നോവലുകളും ഒക്കെ ചോദിച്ചുകൂടാന്നില്ല അല്ലെ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പാഠപുസ്തകത്തിൽ അല്ലാത്തൊരു കൃതിയായിരിക്കാം എന്ത് ചെയ്യുന്നത്, നമുക്ക് ആസ്വാദനക്കുറിപ്പായിട്ട് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഏതാണോ നമുക്ക് തന്നിരിക്കുന്ന കൃതി, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആ കൃതിയെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അത് നന്നായി വായിച്ചു നോക്കുക എന്നുള്ളതാണ്. പലതവണ എന്ത് ചെയ്യണം, അത് വായിച്ചു നോക്കണം. വായിച്ച് ആമുഖമുണ്ടാവണം, ആരെഴുതി എന്തെഴുതി, എന്താണ് കൃതിയുടെ പ്രത്യേകത എന്ന് ആദ്യം എഴുതണം. പിന്നെ എഴുതേണ്ടത് ആ വരികളുടെ ആശയമാണ്. എന്താണ് ആ കവിതയിൽ അല്ലെങ്കിൽ കൃതിയോ ഏതാണ് നമുക്ക് തന്നിരിക്കുന്നത്, ആ കൃതിയുടെ ആശയം എന്താണെന്ന് എഴുതണം. ലാസ്റ്റത്തെ പാരഗ്രാഫിൽ നമ്മൾ നേരത്തെ എഴുതുന്ന പോലെ തന്നെ എന്താണ്, നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എഴുതണം. നല്ലൊരു തലക്കെട്ട് കൊടുക്കാം. നല്ല ഭാഷയിൽ, സൗന്ദര്യാത്മക ഭാഷയിലാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് നമുക്ക് വരിക. അപ്പോൾ പാഠഭാഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇവിടെ വീഡിയോയുടെ താഴെ മക്കൾ കമന്റ് ചെയ്യുക. അപ്പോൾ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലിയർ ചെയ്തിട്ട് അല്ലെ അടുത്ത വീഡിയോ ആയിട്ടോ ലൈവുകളിലോ ഒക്കെ അത് ഡിസ്കസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് മക്കൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.